ഒരു വൈകുന്നേരമൊക്കെ ആയി കഴിഞ്ഞാൽ ഞാനും അപ്പൂപ്പനും ഇതേപോലെ പുറത്തൊക്കെ ഇറങ്ങി നിൽക്കും. അപ്പൂപ്പൻ്റെ അടുത്ത് ഞാൻ ചെറിയൊരു തള്ളടിച്ച് ഈ ട്രെയിൻ ഞാനങ്ങ് മേടിച്ചെന്ന്. ഇതൊന്നും നിന്നെ കൊണ്ട് മേടിക്കാൻ പറ്റത്തില്ല, ഇതൊക്കെ വലിയ ആളിൽ മേടിക്കണേന്ന് ഒന്നിട്ട് നോക്കിയതാണ്, ഒത്തില്ല. അപ്പോഴാണ് എനിക്കൊരു കോൾ വരുന്നത്. ഞാൻ സ്ഥിരം ടോയ്സ് പർച്ചേസ് ചെയ്യുന്ന ഷോപ്പിൽ നിന്നാണ് കുറച്ച് പുതിയ കാറുകൾ വന്നിട്ടുണ്ട് നോക്കുന്നതാണ്. ഇത് കേട്ടപാടെ ഞാൻ നേരെ തന്നെ ഷോപ്പെത്തി. ഞാൻ കുറെ ദിവസം കൊണ്ട് തപ്പി നടന്ന സാധനമായിരുന്നു ഈ അക്രലിക് ബോക്സിൽ വരുന്ന ഈ ഒരു ടോയ്സ്. ഇതിലിരിക്കുന്ന കുറെ മേടിച്ചിട്ടുണ്ടെങ്കിലും ഈ കാണുന്ന 3 എനിക്ക് ഒരു ഷോപ്പിൽ നിന്നും കിട്ടിയിട്ടില്ല. ഈ 3 അത്യാവശ്യം ഡിമാൻഡുള്ള മോഡൽ. ഈ 3 ഞാൻ തന്നെ അങ്ങ് എടുത്തു. ഈ ചിരിയുടെ പിന്നിലത്തെ കാര്യം എന്തെന്നറിയോ? ആ സാധനം എന്റെ കൈ കിട്ടിയോണ്ടാണ്. അങ്ങനെ അത് വീട്ടിൽ കൊണ്ടുവന്ന് സെറ്റ് ചെയ്യാനുള്ള പരിപാടിയിലാണ്. ആ രണ്ടാമതിരിക്കുന്നുണ്ടല്ലോ, അതാണ് ഞാൻ ആദ്യമായിട്ട് മേടിക്കുന്നത്. ഇതിപ്പോ എന്നെ കൈ കിട്ടിയതിൽ ഫുൾ ഹാപ്പിയാണ്. ഇത് കുറെ ഇടങ്ങളിൽ തപ്പിയാണ് എനിക്ക് കിട്ടിയത്. ഇത് തിരക്കി ഒരു പ്രാവശ്യം ഞാൻ കൊല്ലം വരെ പോയിട്ടുണ്ടായിരുന്നു. ഞാൻ എന്തുകൊണ്ടാണ് ഇത് മേടിക്കുക ഇത്രമാത്രം ആഗ്രഹിച്ചതെന്ന് വെച്ചാൽ ഇതിന്റെ ഡീറ്റെയിലിംഗ് ആണ്. കാറിലുള്ള ഡീറ്റെയിലിംഗ്, ആ ഒരു ക്വാളിറ്റി, ഇത് പാക്ക് ചെയ്യുന്ന ക്വാളിറ്റിയും. കാരണം ഏതൊരു ഡൈകാസ്റ്റ് കാർ കളക്ട് ചെയ്യുന്ന ഒരാളും ആഗ്രഹിക്കുന്ന ഒന്നേ ഉള്ളൂ, ആ കാർ നശിക്കാതിരിക്കാനും പൊടി പിടിക്കാതിരിക്കാനും. ഇങ്ങനത്തെ ഒരു ബോക്സിൽ വരുന്നത് കൊണ്ട് തന്നെ ആ ഒരു കാറുകളിലെ ചെറിയ ചെറിയ ഭാഗങ്ങളിലൊന്നും അതിനെ പൊടി പിടിക്കത്തൊന്നുമില്ല. ചുരുക്കം പറഞ്ഞാൽ നമ്മളുടെ കാർ സേഫ് ആണ്. ഇതിപ്പോ വെച്ചതിന്റെ സാറ്റിസ്ഫാക്ഷനിലാണ് ഞാനിപ്പോ. എന്താ ലുക്ക്.